വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്വിൻ ടോക്കീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇമ്മയും ലിയയും കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു ടൂറ് പോകാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇമ്മൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് കേട്ടോ ടൂറ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കൈതപ്പൊയിൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതുവരെ ഞാൻ പോയിക്കില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ അവിടെ പോകുന്നത്, പിന്നെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുന്നത്, അതൊക്കെ ഉണ്ട്. കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പോയതാണ്. പിന്നെ ഗിഫ്റ്റ്സൊക്കെ റെഡിയാക്കി നമ്മൾ ഇന്നലെ തന്നെ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് തന്നെ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മളിപ്പം നമ്മളെ വീട്ടിൽ നിന്ന് നേരെ ടൂറ് പോവല്ല കേട്ടോ. നമ്മൾ ബീവിമ്മൻ്റെ അങ്ങോട്ട് പോയിട്ട്, അതായത് ഉമ്മമ്മൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. അവിടേക്കാണ് ബസ് വരാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ബസ് കയറിയിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. ഇപ്പം അല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ, ലിയ, ഉമ്മ, അലൂസ്, പിന്നെ ഉമ്മയുടെ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. കുറേ ഗെയിംസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കളിക്കാമല്ലോ. അപ്പം ഇന്നത്തെ അതാണ് വ്ളോഗ്. അപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളി. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഇപ്പൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു റിസോർട്ടിലേക്കായിരുന്നു. അത് കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. അതും നമ്മൾ ഒരു റിസോർട്ടിലേക്കാണ് പോയി പറഞ്ഞല്ലോ. അത് വയനാട്ടിലുള്ള ഒരു റിസോർട്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കാട്ടോ. അപ്പം നേരെ വീഡിയോ. ഗൈസ്, നമ്മൾ ഈ ബാഗിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൽ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേപ്പറൊക്കെ എടുക്കാൻ പറഞ്ഞാൽ എന്തിനാണാവും. അപ്പോൾ പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മൾ ഇതാ ഓട്ടോയിലാണ് കേട്ടോ ബീവിമ്മൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊക്കെ രാവിലെ തന്നെ പണിക്ക് വേണ്ടേനു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചപ്പനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏറെക്കുറെ 10 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും അങ്ങോട്ട് എത്താനാണ് പറഞ്ഞത്. 11 മണിക്കോ 12 മണിക്കാണ് അവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭീമൻ്റെ വീട്ടിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഭീമൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്കാണ് കേട്ടോ ഗൈസ് ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ബിരിയാണി വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരാളെ ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുവരിക. വീട് മുഖവൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടിയും ബസ്സിൽ പോവാണ്. ബസ്സൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഓട്ടോയിൽ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ളതൊക്കെ കാണിച്ചു തരേ. ഗൈസ്, ഇതാണ് കേട്ടോ ബീവിമ്മൻ്റെ വീട്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും എത്തിയത് കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ മെയിൻ റോട്ടുമേലാണ് നമ്മൾ വിളിച്ചിട്ടുള്ള ബസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് സാധനം എടുത്തിട്ട് എല്ലാവരും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കൈമിൽ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഉണ്ട് അങ്ങോട്ട് നടക്കാൻ. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗായ്സ്, ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ബസ്. അപ്പോൾ എല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനിയും കുറച്ച് ആൾക്കാരും കൂടി വരാണ്ട് കേട്ടോ. ഒരു കാറിൽ കുറച്ച് ആൾക്കാരും കൂടി വരാണ്ട്. അപ്പോൾ നമ്മൾ കാത്തിക്കുകയായിരുന്നു. നമ്മളൊക്കെ ബസ്സിൻ്റെ അകത്തേക്ക് വേഗം കയറി അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഗൈസ് ബസ്സിൻ്റെ അകത്ത്. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്നാമത് ഓൺ ചെയ്തിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ വരാണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് പേപ്പർ എടുത്ത് വീശൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ചൂടുണ്ട്, മഴ പെയ്തിട്ടും അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം നമ്മളിതാ ബസ് എടുത്ത് ഇറങ്ങി. അപ്പം കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അങ്ങനെ ഗായ്സ് നമ്മളെ ഫസീലത്താത്തൻ്റെ ഒരു അടിപൊളി ഡാൻസ് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ ഫാമിലി ഗ്രൂപ്പിലുള്ള ഒരു പ്രോ ഡാൻസറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ആ ഫസീലത്താത്തൻ്റെ ഡാൻസിന് ശേഷം ഇപ്പോൾ ഇതാ നെജുമാമിൻ്റെയും ഷെഫീല മാമീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഒന്ന്. അത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിന് ഓരോ മോനും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങിക്കൊടുത്താണ്. ഓരോ മോനാണ് കേട്ടോ നാപ്പു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരു കുന്ന് കയറുകയാണ്. അവിടെ ലഗേജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഇറങ്ങി അവിടെ ലഗേജൊക്കെ വെക്കാൻ പറഞ്ഞ് കയ്യിൽ നിന്ന് ആൾക്കാർ നടക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ചേ ഉള്ളൂ എന്ന്. അങ്ങനെ കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ 1.5 കിലോമീറ്റർ എന്തോ 1.5 കിലോമീറ്റർ എന്തോ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ബാക്കിൽ വേറെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ വേഗം കയറി. ഇതപ്പുറത്തൊക്കെ നിറച്ചും കണ്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ എന്താ പറയുന്നേ ഗ്രാമീണ അന്തരീക്ഷം അതാണത്. അപ്പോൾ നമുക്ക് ഇനി റിസോർട്ടിൽ പോയിട്ട് കാണാം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോൾ ഇതാ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഭാഗത്താണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിതാ ഇത്രയും പേരാണ് കേട്ടോ നടന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓട്ടോറിക്ഷയിൽ പോയി. ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ ഓട്ടോ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ ഇത്രയും പേര് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. ഗായ്സ് ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മളങ്ങനെ റിസോർട്ടിലേക്ക് നടക്കുകയാണ്. നടന്ന് എത്താനായി. ഇതെന്താ എത്താത്തേ? എവിടെ? അതാ ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഗൈസ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാണ് കേട്ടോ. എല്ലാവരും അവിടെ ആണുള്ളത്. അപ്പോൾ ഞാൻ റിസോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇവിടെ മറ്റൊരു ജാമ്പക്ക ഉണ്ട് കേട്ടോ. ഇത് ചുവപ്പ് കളറുള്ള ജാമ്പക്കാണ് വലിയത്. ഇവിടെ ഇതാ എവിടെ? ഇനി നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. അല്ല ഇങ്ങോട്ട് വാ. ഇതിൽ കൂടെ ഇറങ്ങിക്കോ ഇങ്ങോട്ടേക്ക്. ഗൈസ് അപ്പോൾ ഇവിടെ എല്ലാവരും ഊഞ്ഞാലാടൊക്കെയാണ് കേട്ടോ. അതാണ് സ്വിമ്മിംഗ് പൂള്. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. ഒരു അടിപൊളി വലിയ സ്വിമ്മിംഗ് പൂളാണ്. ഇനി ഇതെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ അയാൾ എന്തോ ക്ലീൻ ആക്കുന്നുണ്ട്. വലിയ സ്വിമ്മിംഗ് പൂളാണ്. ഇത് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന റിസോർട്ടും. ഇതാ ഇവിടെ പിന്നെ ഒരു ഊഞ്ഞാലയൊക്കെ ഉണ്ട്. അപ്പോൾ ദിയെ അവിടെ ആടുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് മാമിമാർ ഊഞ്ഞാലാടുണ്ട്. റിസോർട്ടിലെത്തി. ഞാൻ പറഞ്ഞിട്ടേന് റിസോർട്ടിലെത്തി എന്നത്. ഇപ്പോൾ നമ്മൾ എടുത്ത 3 റിസോർട്ടാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് അതിൻ്റെ അപ്പുറമുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. അവിടെ ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ആളില്ലാത്ത അവിടെ നിന്ന് നമുക്ക് ഫുള്ള് കാണിക്കാലോ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് കയറാം. ഇവിടെ ലോക്കിട്ട് പോയതാണോ ഒരു ഡൗട്ട്. ലൈറ്റ് എവിടെ? ആ ഒരു ലൈറ്റ് എത്തി. അത് മതി. ഇവിടാണ്
നമ്മൾ TV കാണാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സോഫ സെറ്റ്. ഒരു ലിവിങ് പോലെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ കിച്ചൺ, നമ്മൾ കയറി വരുന്ന അവിടെ തന്നെയാണ് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു ബെഡൊക്കെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതവിടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, നമുക്ക് വേണ്ടിയപ്പോൾ വെള്ളം കുടിക്കാം. അപ്പോൾ ഇതാണ് ഓൾ ടോട്ടൽ കിച്ചണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. 2 റൂമാണ് ഈ ഒരു റിസോർട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റൂം. 2 റൂം, ഒരു കിച്ചണ്, ഒരു ലിവിങ് ഏരിയ. പിന്നെ അതന്നെ 2 റൂമിലും ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ആക്കിയിട്ടതിനെ കൊണ്ടാണ് കേട്ടോ. ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതുണ്ട്. അവിടെ ഒരു മിററുണ്ട്. പിന്നെ ബാത്റൂം, ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാത്റൂം. നോക്കട്ടെ. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു റൂമുണ്ട് കേട്ടോ. അതാണ് ഈ റൂം. ഇല്ല, അത് കാണിക്കാം. അതേ ഒരു വലുപ്പത്തിലുള്ളൊരു, ഇതുപോലെ അതേ മോഡൽ തന്നെ കേട്ടോ. അതിൻ്റെ ഈ അലമാരൊക്കെ ഇതേ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇത്. പിന്നെ ഇവിടെ ബാത്റൂം എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ. അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല പിന്നെ ചെറിയൊരു എന്താ പറയുക റിസോർട്ടിൻ്റെ ഹോം ടൂർ എന്ന് പറയുന്ന പോലെ റിസോർട്ടിൻ്റെ ഒരു ടൂറാക്കാം. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക വാഷ് ബേസിൻ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു സ്പേസ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു റിസോർട്ട്. ഇതേപോലെ തന്നെയുള്ള 3 റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിസോർട്ടൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല, സെയിം സാധനം, ഒന്നും മാറ്റമില്ല. അപ്പം ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ റിസോർട്ടൊന്നും കാണിച്ചില്ല എന്ന് വേണ്ടാലോ വിചാരിച്ചപ്പോൾ അങ്ങനെ റിസോർട്ട് എടുത്താണ്. അത് ആ കാണുന്നതാണ് കേട്ടോ വേറൊരു റിസോർട്ട്. അതിൻ്റെ അപ്പുറത്തും വേറൊന്നുണ്ട്. ഇനി ഇതാ നമ്മൾ പോവാണ്. ഇനി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് വെള്ളത്തിലേക്കുള്ള ചാട്ടം എല്ലാവരെയും. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പോയോക്കാം. അങ്ങനെ ഗൈസ് എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ നാപ്പു അവിടെ വെള്ളത്തിൽ ആറാടുന്നു. അങ്ങനെ ഗൈസ് ഇതെല്ലാവരും ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലൂസ് ഇതാ നീന്തൽ പഠിക്കുകയാണ്. ഷംസുമാമൻ അല്ലൂസിനെ പഠിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ
അങ്ങനെ ഗായ്സ് നമ്മൾ കുറേ നേരം നീന്തി കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ചായക്കുള്ള പലഹാരം തന്നെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്നതേനു. നമ്മൾ എന്താ പറയുക ബേക്കറിയേനു കേട്ടോ കൊണ്ടുവന്നത്. അതേപോലെ കുറച്ച് ആൾക്കാർ ബേക്കറിയും കുറച്ച് ആൾക്കാർ ഇതേപോലെ പഴം നിറച്ച് അങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ടാക്കിയും കൊണ്ടുവന്നേ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ നമ്മൾ. ഇപ്പോൾ നമ്മൾ റിസോർട്ടിലാണുള്ളത്. അപ്പം ഇപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വന്നപ്പം തന്നെ 6:30-7 മണിയോളം ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോയതാണ്. കുറേ നേരം വെള്ളത്തിൽ കളിച്ച് ഞാനൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് അടിപൊളിയായി. നല്ല ആഴമുണ്ടേന് അത്യാവശ്യം. അതുകൊണ്ട് ചെറിയ മക്കൾക്ക് ചെറിയൊരു സ്ഥലത്തുനിന്ന് നീന്തി കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഇതാപ്പം ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചുറ്റിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിക്കുകയാണ്. അങ്ങനെ ഇതാ പിന്നെ കട്ടൻ ചായ ഇതാ ഇവിടെ വേറെ തന്നെ അവിടുന്ന് തന്നെ ഉണ്ടാക്കിയതേനു കേട്ടോ. അപ്പോൾ അത് ഇളാപ്പം അത് എല്ലാവർക്കും ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതാ പുറത്തൊക്കെ നല്ല ഇരുടായിട്ട് പിന്നെ അതേപോലെ തന്നെ ഗൈസ് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കുമ്പോഴേ ഇടിയും മിന്നലും ഉണ്ടായപ്പം തന്നെ എല്ലാവരോടും പറഞ്ഞ് മിന്നലൊക്കെ ഉണ്ട് വേഗം കയറിക്കോളി എന്നാണ്. അങ്ങനെ കയറിയതേനു. അല്ലെങ്കിൽ ആരും കയറലുണ്ടാവില്ലേനു, അവിടെ തന്നെ ഉണ്ടാവേനു. അങ്ങനെ നമ്മൾ നീന്തലൊക്കെ കഴിഞ്ഞിപ്പോൾ ഇതാ ഡാൻസ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഈ ഗെയിം ആദ്യം 4 അങ്ങനെ ഗായ്സ് നമ്മളെ രാത്രിത്തെ ഫുഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറാട്ട ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ നമ്മളിവിടെ വന്നിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ ഗൈസ്. നമ്മൾ കായൊക്കെ തേച്ച് കൊണ്ടുവന്നതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫിഷും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പറ്റാത്തവർക്ക് ഫിഷ് കഴിക്കാന്നുള്ള രീതിയിൽ. ഇമ്മ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷായിരുന്നു ചുട്ടെടുത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഈ സോഫൻ്റെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതവിടെ ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വിചാരിച്ചു, അല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ്
കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഗൈസ് ഇവിടുന്ന് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് എല്ലാവരും കിടക്കാൻ പോയത്. അപ്പം പിന്നെ ഞാൻ നാളത്തെ അടിപൊളി കാഴ്ചകളുമായിട്ട് വരാം കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് നമ്മൾ ഇവിടുത്തെ റിസോർട്ടിൽ അതിന് നിന്നത്. ഉമ്മ അവിടെ ഉണ്ട് 3 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് അവിടേക്ക് അങ്ങനെ പോയതാണ്. രാത്രി എല്ലാവരും 3 റിസോർട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്, നടയത്തും ഒക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ രാവിലെ തന്നെ ഊഴാലാടുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോഴും ഉണ്ട് സ്വിമ്മിങ് പൂളിൽ ചാടാൻ പറ്റി കുറേ ആൾക്കാർ. ഇതെവിടെ ആയിഷ ഒറ്റ ഊഞ്ഞാലാടുന്നു. ഇതാണ് ഗൈസ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ. വാ, രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ വേറെ അല്ലേ. രാവിലെ ഇങ്ങനെ ഫുള്ള് മഴ കഴിഞ്ഞിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ആയിട്ട്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ അവന് സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. ഇന്നലെ പോയി വന്നത് അതേ ഡ്രസ്സ് തന്നെയാണ് ഇന്നും പോകുന്നത്. അതന്നെ ഇന്നലെ ഫുള്ള് നനഞ്ഞിട്ട് ഒരു കവറിൽ വെച്ചത്. അതിനിവിടെ വേറെ ചിക്കനാണെന്നുള്ള സ്പേസ് ഇല്ല. അപ്പം ഇന്നലെ ഇട്ട് അതേ നനഞ്ഞ കുപ്പായം തന്നെ ഇട്ട് ഇന്നും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എന്നാൽ പിന്നെ വേറെ ഡ്രസ്സ് ഇങ്ങനെ എടുത്തോണ്ട് പോകണ്ടല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ചെയ്തേ. അപ്പം നമ്മൾ ഇറങ്ങണ്ട വിചാരിച്ചതിന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും നമ്മൾ ഇതുവരെ വന്ന് ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂൾ മാത്രമേ ഉള്ളൂ, അവിടെ ഇങ്ങനെ കളിച്ചുകൂടുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഡ്രസ്സ് പോയി മാറ്റി വന്നതാണ്. അങ്ങനെ ഗായ്സ് ഞാനും ദിയെ അല്ലൂസൊക്കെ നല്ലോണം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ലൂസ് പൂരിയും ബാജിയാണ് ഇട്ട് എടുത്തത്, ദിയയും പൂരിയും ബാജിയാണ് എടുത്തത്. അപ്പോൾ കുറേ ആൾക്കാർ ഇനിയും വരാണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചതിന് വേഗം പോയി മാറ്റാമല്ലോ. ഇവിടെ നമ്മൾ 12 മണിയാകുമ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ വേഗം ഫുഡ് കഴിച്ച് കുളിച്ച് മാറ്റാമെന്ന് വിചാരിച്ച് നിന്നതേനു. പിന്നെ ഗൈസ് ഞാൻ ഇതാ പുട്ടും കടലക്കറിയാണ് എടുത്തത്. എനിക്ക് അതിനെക്കാട്ടും താല്പര്യം ഇതാ തോന്നി. അപ്പോൾ ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ ഗായ്സ് എല്ലാവരും ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇത് അവിടത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെ ടൈം ആയിട്ടുണ്ട് പോകാനുള്ള. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കാനും ഇനി ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് ആൾക്കാർ അതാ റൂമിലിരുന്ന്, കുട്ടികളൊക്കെ റൂമിലിരുന്ന് ഗെയിമൊക്കെ കളിക്കാനും കേട്ടോ. നിങ്ങൾ രണ്ടാളിപ്പോൾ ഇവിടെ വന്നത്? വയനാടോ? റിസോർട്ടിൽ വന്നതാ? നിങ്ങൾ നല്ലോണം കളിച്ചോ സ്വിമ്മിംഗ് പൂളിലൊക്കെ? ഏത് ദിവസം ഇനി എത്ര സ്കൂളില്? 2-ലെത്തില്ലേ? വലിയ ആളായി. അല്ലൂസോ? അല്ലൂസ് എത്രലൊക്കെ? ബാഗൊക്കെ വാങ്ങിയോ സ്കൂളിലേക്കുള്ള? ബാഗൊക്കെ വാങ്ങിയോ? ബാഗും പുസ്തകമൊക്കെ വാങ്ങിയോ? അങ്ങനെ ഗൈസ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് എല്ലാവരും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 കിലോമീറ്റർ എങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ നടന്നായിരുന്നു വന്നത് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓട്ടോ വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. കുറേ ദൂരം ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതാ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ, ഓരോ ട്രിപ്പായിട്ട്. ഇപ്പോൾ ഇതാ ലാസ്റ്റത്തേൻ്റെ തൊട്ട് മുമ്പത്തെ ട്രിപ്പ് നമ്മളേനു. അപ്പോൾ നമ്മളിതാ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിനോട് ഈ ടാറ്റ എല്ലാം പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ട് അത്യാവശ്യം നല്ല റിസോർട്ട് തന്നെ ആയിരുന്നു. മെയിനായിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂള് മാത്രമേ ഉള്ളൂ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലേനു. പിന്നെ അതാ നമ്മളിത് അങ്ങനെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിന്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി. ഇനി കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട്, ലാസ്റ്റ് ട്രിപ്പിൽ ഒരാളും കൂടി വരാനുണ്ട്. അപ്പോൾ ഓരോ കാത്ത് കേനു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പൊട്ടിയാല് ഇതായി
ആ കൊടുത്തോളി കൊടുത്തോളി കൊടുത്തോളി. അങ്ങനെ ഗൈസ് ബലൂണ് വീർപ്പിക്കുന്നതിൽ നന്ന വലുതാക്കുന്നതിൽ ഫസ്റ്റ് കിട്ടിയത് എളാപ്പക്കേന്, സെക്കൻഡ് ഇതാ നെജുമാമനാണ് കേട്ടോ കിട്ടിയത്. അപ്പം നെജുമാമൻ്റെ പ്രൈസാണ് കേട്ടോ അപ്പം കൊടുത്തത്. ഗൈസ് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഈ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഗായ്സ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി കേട്ടോ. അവിടുന്ന് നല്ല ഫുഡ് ആയിരുന്നു. ഇപ്പോൾ അതാ നമ്മൾ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ അന്നത്താത്തൻ്റെ ഉഫേത്താത്തൻ്റെ വക എല്ലാവർക്കും ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അല്ലൂസൊക്കെ ഇതാ മെല്ലെ മെല്ലെ അത്തുനിന്ന് വേഗം തീർന്നു എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഗായ്സ് നമ്മളിതാ ബീവിമെൻ്റ് അവിടെ എത്തിയിട്ടോ. നമ്മൾ ഇവിടുന്നായിരുന്നു ട്രിപ്പ് പോയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ എല്ലാവരും ഇതാ ഇറങ്ങുകയാണ് കേട്ടോ ബസ്സിൽ നിന്ന്. അങ്ങനെ ഗായ്സ് എല്ലാവരും ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴും നല്ല മഴ. നമ്മളിങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ടൂർ പോകുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല മഴ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഗായ്സ് മഴ ആയതുകൊണ്ട് തന്നെ നമ്മളിതാത്ത അടുത്ത് തന്നെ ഒരു വീട്ടിൽ എന്താ പറയുക ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി നിന്നതാണ്. അവിടെ എന്തോ കല്യാണ പരിപാടി എന്തോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് കയറി നിന്നതായിരുന്നു കേട്ടോ, മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് പൊട്ടിച്ചില്ലേ? അതെന്താ സാധനം? അങ്ങനെ ഗായ്സ് എല്ലാവരും ബീവിമെൻ്റെ അവിടുന്ന് വീട്ടിലേക്ക് പോയി കേട്ടോ. നമ്മളും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഓട്ടോയിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോകുമ്പോൾ ഓട്ടോയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. Yes.